സെന്തിൽനാഥ് പത്മകുമാർ സംവിധാനം ചെയ്ത് അസൻ സലാം നിർമ്മിച്ച ചിത്രം ആഭ്യന്തര കുറ്റവാളി. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സിനിമ ടാക്കീസിലേക്ക് സ്വാഗതം. ബിജിപാൽ സംഗീതം നൽകിയ ചിത്രമാണിത്. ഇതിന്റെ ഫോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് അജയ് ഡേവിഡ് കാച്ചപ്പള്ളിയാണ്. ഈ ചിത്രം എഡിറ്റ് ചെയ്തിരിക്കുന്നത് സോഹിൻ കെ സോമൻ ആണ്. ആസിഫ് അലി, തുളസി ഹരിദാസ്, ബാലേന്ദ്രൻ ചുള്ളിക്കാട്, ജഗദീഷ് തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. സഹദേവൻ എന്ന സഹകരണ സംഘ ടെമ്പററി ജീവനക്കാരനായിട്ടാണ് ആസിഫ് അലി ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് സഹദേവൻ ഒരു കല്യാണം കഴിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സഹദേവനെ CI പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നതും സഹദേവൻ CIയോട് തന്റെ കഥ പറയുന്നതും ആണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഡൈവേഴ്സ് റിലേറ്റഡ് സ്റ്റോറിയാണ്. സിദ്ധാർത്ഥ് വർദ്ധൻ ഈ ചിത്രത്തിൽ നല്ല വേഷം ചെയ്തിട്ടുണ്ട്. ഈ ചിത്രത്തിന് അനുയോജ്യമായിട്ടാണ് ബിജിപാല് മ്യൂസിക് ഇട്ടിരിക്കുന്നത്. എനിക്ക് ഈ ചിത്രത്തിൽ ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് വെച്ചാല് ജഡ്ജി സഹദേവനോട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. താൻ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു സഹകരണ സംഘ ജീവനക്കാരനാണെന്ന് പറയുകയും ജഡ്ജി സഹദേവനോട് എന്നാ തനിക്ക് LLBക്ക് പോയിക്കൂടെ എന്നുള്ള ഒരു ഡയലോഗ് ഇടുന്നുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗായിട്ട് തോന്നി. ഞാൻ സർക്കിട്ട് സിനിമയിലെ റിവ്യൂ പറഞ്ഞതുപോലെ ആസിഫ് അലി തിരഞ്ഞെടുക്കുന്ന റോളുകൾ വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു നല്ലൊരു ഫാമിലി എന്റർടൈനർ ആണ്. ഏതാണ്ട് 2 മണിക്കൂർ 10 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രമാണിത്. ഇതൊരു വൺ ടൈം വാച്ചബിൾ ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. കോമഡി കുറവാണെങ്കിലും കുടുംബസമേതം കാണാൻ പറ്റിയ ഒരു ചിത്രമാണിത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ ഒരു കാര്യം മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, മറ്റൊരു സിനിമ വിശേഷവുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.